ഓക്കെ, നൗ ക്ലിയർ. ഓക്കെ, എല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ആരംഭിക്കുന്ന ബിസിനസ്സുകളിൽ ഒരു 80% ബിസിനസ്സിലധികവും ആദ്യ വർഷം തന്നെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടിപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ആളുകൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മടിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നത്? ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഉൽപ്പന്നം അഥവാ ഭക്ഷണം വിൽക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഇതിന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഫെയിലിയർ ഉണ്ടാവുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ളതും ഉപഭോക്താക്കളുടെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്ന ഉൽപ്പന്നം വിൽപ്പന നടത്തുമ്പോൾ എന്തായാലും സക്സസ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് പല ആളുകളും ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രോബ്ലംസുകൾ അഥവാ ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാരണങ്ങൾ കൊണ്ട് ആ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ ഫെയിലിയേഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങളെ ഐഡന്റിഫൈ ചെയ്യാതെയാണ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി മുഴുവനും പരാജയമാണ്, അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ അവിടെ ജീവനക്കാരെ നിലനിർത്താൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ അവിടെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ലാഭം ലഭിക്കാത്തതാണ് എന്നുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഇത് ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരു ഇൻഡസ്ട്രിയാണ്, ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോവുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളായിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ എന്താണ് യഥാർത്ഥത്തിൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി പരാജയപ്പെടുന്നത്? റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്? അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? എങ്ങനെയാണ് അതിനെ നിലനിർത്തേണ്ടത് എന്നുള്ള കാര്യത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി അപ്പോൾ തന്നെ നിങ്ങൾക്ക് തരാം. ഓക്കെ, ചാറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറുപടി തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിക്ക് യഥാർത്ഥത്തിൽ പരാജയമുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ പരാജയപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണോ, ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകാരനാണോ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തി, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലേ? ഭക്ഷണം കഴിക്കാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് നമ്മൾ എവിടെ നിന്നാണെങ്കിലും ആ ഭക്ഷണം കണ്ടെത്തി കഴിച്ചിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഇത്രയും സാധ്യതയുള്ള ഒരു ബിസിനസ് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു?
ഈ ബിസിനസ്സിന് അങ്ങനെ ഒരു പരാജയ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിക്ക് പരാജയമില്ല. ഇന്ന് ഉപഭോക്താക്കളുള്ള കാലം അത്രയും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് അവർ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയാണ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി പരാജയപ്പെടുന്നത്? എവിടെയാ പരാജയപ്പെടുന്നത്? ആ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ആ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയെ പരാജയപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ആ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി പരാജയപ്പെടുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയും പരാജയപ്പെടുന്നില്ല. നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഇന്ന് പരാജയപ്പെട്ടു പോയ ഏതൊരു റെസ്റ്റോറൻറ്റിനെയും നമ്മൾ എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ ലൊക്കേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മെനുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇല്ലേ? അല്ലെങ്കിൽ അവരുടെ ഫിനാൻസ് മാനേജ്മെന്റിൽ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഏതെങ്കിലും ഒരു സെക്ടറിൽ ഒരു പ്രശ്നമില്ലാതെ ആ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറി നിങ്ങൾ എങ്ങനെയാണോ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നമുക്ക് പരാജയം മാത്രമേ നമുക്ക് നേരിടേണ്ടി വരും, നമുക്ക് കിട്ടുള്ളൂ, നമുക്ക് ലഭിക്കുള്ളൂ. അത് പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഒരു സാധാരണ ഒരു ട്രേഡിംഗ് ബിസിനസ്, അതായത് റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നം വിപണിയിൽ നിന്ന് വാങ്ങുന്നു, ഉപഭോക്താവിലേക്ക് വിൽക്കുന്നു. ഈ ഒരു ആക്ടിവിറ്റി മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ, അല്ലേ? അല്ലാതെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികൾ അതിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഉൽപ്പന്നം വിപണിയിൽ നിന്ന് വാങ്ങുന്നു, അത് വിൽപ്പന നടത്തുന്നു. എന്നാൽ ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് വിൽപ്പന നടത്തുന്നത് വരെയുള്ള ആക്ടിവിറ്റികൾ എന്തൊക്കെ ആ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്? ഒരു വലിയ ഫാക്ടറിയിൽ നടക്കുന്ന രൂപത്തിൽ തന്നെ അത്രത്തോളം പ്രവർത്തനങ്ങൾ ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. പ്രൊക്വയർമെന്റ് ഉണ്ട്, ഇല്ലേ? ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ അതേപോലെ പ്രൊഡക്ഷൻ ഉണ്ട്, എംപ്ലോയി മാനേജ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഫിനാൻസ് മാനേജ്മെന്റ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, തുടങ്ങി ഒരു വലിയ കമ്പനിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഒരു വലിയ ഫാക്ടറിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അഥവാ ബിസിനസ് ഉടമയ്ക്ക് പരാജയം സംഭവിക്കുന്നത്. കാരണം ഇതിന് ആവശ്യമായിട്ടുള്ള നോളജ് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നോളജ് അദ്ദേഹത്തിന്റെ കൈവശമില്ല. പിന്നെ എങ്ങനെയാണ് ആ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തപ്പോൾ കൃത്യമായിട്ട് അത് തിരഞ്ഞെടുക്കാനും അവിടേക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടക്കം മുതലേ പരാജയമായിരിക്കും. അദ്ദേഹത്തിന് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. അങ്ങനെയല്ലേ അത് ആ ബിസിനസിന്റെ അവസ്ഥ ഉണ്ടാവുക? അപ്പോ നമ്മള് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരായിരുന്നാലും ഈ ബിസിനസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്ന ഒരു ബിസിനസ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ.
ഓരോ ദിവസവും നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നമ്മളുടെ ഉപഭോക്താക്കളെ പ്രതീക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ അവർ എത്തിയിട്ടില്ല എങ്കിൽ അത്രയും നമുക്ക് നഷ്ടമാണ്. മറ്റുള്ള ഏതൊരു ഉൽപ്പന്നത്തെ നമ്മൾ എടുത്തു നോക്കിയാലും അതിനൊരു എക്സ്പയർ ഡേറ്റ് ഉണ്ടാവും, അല്ലെ? ഒരു ഫിക്സഡ് ഡേറ്റ് ഉണ്ടാവും. 1 വർഷം, അല്ലെങ്കിൽ പിന്നെ 1.5 വർഷം, അല്ലെങ്കിൽ 2 വർഷം. ചിലത് എക്സ്പയർ ഡേറ്റുകൾ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ, അൺലിമിറ്റഡ് ആയിട്ട് എന്ന് വേണമെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ. പക്ഷേ നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇന്ന് തന്നെ വിറ്റ് തീർക്കേണ്ട അവസ്ഥയാണ്. അതല്ല എങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, നാളത്തേക്ക് ആ ഉൽപ്പന്നം വെച്ച് കഴിഞ്ഞാൽ അത് കേടുവരും, അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഹെൽത്ത് ഇഷ്യൂസുകൾക്ക് കാരണമാവും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സെക്ടറുകൾക്കും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം നമ്മളുടെ മുമ്പിൽ ഉണ്ടാവണം. ഇങ്ങനെയില്ല എങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ നമുക്ക് സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരിക്കലും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിക്ക് പരാജയമുണ്ടോ എന്ന് ചോദിച്ചാൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് പരാജയമില്ല, റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉടമയാണ് പരാജയപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്താ ആദ്യത്തെ നമ്മുടെ മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന റെസ്റ്റോറൻറ്റിന്റെ മോഡലാണ് നമ്മുടെ പരാജയത്തിന്റെ ആദ്യ കാരണം എന്ന് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന റെസ്റ്റോറൻറ്റിന്റെ ബിസിനസ് മോഡൽ, അതാണ് നമ്മുടെ ആദ്യത്തെ പരാജയ കാരണം. നമ്മൾ തിരഞ്ഞെടുത്ത റെസ്റ്റോറൻറ്റിന് ഏത് ബിസിനസ് മോഡലാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ബിസിനസ് മോഡൽ തിരഞ്ഞെടുത്തത്? ഒരു ബിസിനസ് മോഡൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ അറിവില്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് ഉടമ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുമ്പോൾ അദ്ദേഹം എവിടെയോ കണ്ട കുറെ ബിസിനസ് മോഡലുകളെ നിന്ന് ഒരു ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിന് തോന്നിയ ഒരു ബിസിനസ് മോഡൽ എടുക്കുകയും അത് ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് അങ്ങ് ആരംഭിക്കുകയാണ് ചെയ്യുക. ഈ ഒരു ലൊക്കേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണോ? ഇവിടെയുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ അനലൈസ് ചെയ്ത് അവരുടെ പ്രിഫറൻസുകളെ എടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള സർവീസ് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഫുഡുകളും പിന്നെ ആംബിയൻസുകളും കൊടുത്തുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണോ തിരഞ്ഞെടുത്തത് എന്നുള്ളത് ബിസിനസ് ഉടമ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം തിരഞ്ഞെടുത്ത ബിസിനസ് മോഡൽ പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ടാർഗറ്റ് ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ പ്രിഫറൻസുകൾക്കനുസരിച്ചുള്ള സർവീസും ഫുഡുമല്ല അവിടെ നിങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കണ്ടെത്തണം. ഇതിനെ കണ്ടെത്താതെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി മൊത്തം പരാജയമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവിടെയാണ് ബിസിനസ് ഉടമ പരാജയപ്പെടുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ആരംഭിക്കുന്നതിൻ്റെ 3 മാസങ്ങൾക്ക് മുമ്പെങ്കിലും നിങ്ങൾ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ഒരു 3 months എങ്കിലും നിങ്ങൾ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുകയും അവർക്ക് അവരുടെ പ്രിഫറൻസുകളെ മനസ്സിലാക്കുകയും അതിനുശേഷം വേണം നിങ്ങൾ ആ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ബിസിനസ് മോഡൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ എത്ര പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഒരു കൺസൾട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 13-14 വർഷക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട്, കാരണം
കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മുതൽ ഒരു 4 വർഷത്തോളമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ 3-4 വർഷക്കാലത്തോളമായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ഒരു നഷ്ടം ആ ബിസിനസ്സിൽ നിന്ന് ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം അദ്ദേഹം ഇന്ന് 40 ലക്ഷത്തിലധികം രൂപ കടക്കാരനായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറന്റ് ബിസിനസ്സിൽ നിന്ന് മാത്രം. വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള റെസ്റ്റോറന്റ് ആണെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് 40 ലക്ഷത്തോളം കടവുമായിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഈ 4-5 വർഷത്തിന് മുമ്പ് വരെ ഈ റെസ്റ്റോറന്റ് നല്ല ഭംഗിയിൽ, നല്ല രൂപത്തിൽ പ്രോഫിറ്റബിൾ ആയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പൊ അവിടെ ലൊക്കേഷൻ പ്രോബ്ലം അല്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും, ഇല്ലേ? പകരം എന്താണ് സംഭവിച്ചത്? മാറി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിന്റെ ബിസിനസ് മോഡലിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പൊ ലൊക്കേഷൻ പ്രോബ്ലം ഇല്ലായിരുന്നു, പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്നത്തെ ഗ്ലോബലൈസേഷന്റെ കാലത്ത് അവർക്ക് പുതിയ പുതിയ രൂപത്തിലുള്ള ഫുഡുകളും മറ്റുള്ള കാര്യങ്ങളും അവരിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു, ഇല്ലേ? അവർക്ക് ദിനം പ്രതി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പുതിയ പുതിയ മെനുകള്, റെസിപ്പികള് അവർക്ക് ആവശ്യമായിട്ട് വരുന്നു. ഉപഭോക്താവിന് അവരാഗ്രഹിക്കുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ 15 വർഷം മുമ്പ് തുടങ്ങിയ റെസ്റ്റോറൻറ്റിൽ അന്നത്തെ റെസിപ്പിയുമായിട്ട് നമ്മൾ ഇന്നും ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ബിസിനസ് താഴെ പോകും, പരാജയപ്പെടും, ഇല്ലേ? അവിടെ ആരാണ് പരാജയപ്പെടുന്നത്? ബിസിനസ് ആണോ പരാജയപ്പെടുന്നത്, അല്ലെ ബിസിനസ് ഉടമയാണോ പരാജയപ്പെട്ടിരിക്കുന്നത്? മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ് മോഡലിനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ആര് തയ്യാറായില്ല? ബിസിനസ് ഉടമ തയ്യാറായില്ല. അവിടെയാണ് അതിന്റെ പരാജയം സംഭവിച്ചത്. അപ്പൊ ഈ പരാജയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ റെസ്റ്റോറന്റ് വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്നും ഈ പ്രശ്നവുമായിട്ട് എല്ലാവരും പരാജയപ്പെടുന്നു, അപ്പുറത്തുള്ളവനും പരാജയപ്പെട്ടു, ഇപ്പുറത്തുള്ളവനും പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞാനും പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഒരു ആത്മസംതൃപ്തി അടയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ പോവുക. ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ബിസിനസ്സിന് പരാജയം നേരിടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് കുറയുന്നത് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇൻഡസ്ട്രിയെ നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് മോഡലുകളിൽ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. അവിടെ നമ്മൾ സെർവ് ചെയ്യുന്ന മെനുകളിൽ മാറ്റങ്ങൾ വേണം, ഇല്ലേ? അപ്പൊ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഒന്ന്, നമ്മുടെ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ലൊക്കേഷനാണ്. ഒരു പുതിയ ഇൻഡസ്ട്രിയൊക്കെ ആരംഭിക്കുന്ന സമയത്ത്, പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമുക്കൊരു കാർ പാർക്കിങ്ങും വിശാലമായ സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് കാണുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുക. ഇതാണ് ഈ പുതിയതായിട്ട് ആരംഭിക്കുന്ന ബിസിനസ്സുകളിൽ ഭൂരിഭാഗവും പരാജയപ്പെടുന്നതിന്റെ പ്രഥമ കാരണം ലൊക്കേഷൻ ഫെയിലിയറാണ്. അവിടെ ഏതൊക്കെ ടൈപ്പ് കസ്റ്റമറാണ് ഉള്ളത്, അവിടേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ബിസിനസ് മോഡൽ സക്സസ് ആകുമോ എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയാൻ ഈ ബിസിനസ് ഉടമയ്ക്ക് കഴിയാതെ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ബിസിനസ്സിന് പരാജയം സംഭവിക്കും എന്നുള്ളത് ഉറപ്പാ, ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു ലൊക്കേഷൻ കണ്ടെത്തുന്നു. ആ ലൊക്കേഷനിൽ നിങ്ങൾ കുറച്ച് ഒരു പ്രീമിയം കാറ്റഗറി റെസ്റ്റോറൻറ്റ് നിങ്ങൾ ആരംഭിക്കുന്നു. ആ ലൊക്കേഷൻ അവിടെ നിങ്ങൾക്കൊരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം
സ്പെൻഡിങ് പവർ കുറവുള്ള ആളുകളാണ് നിങ്ങളുടെ ഏരിയയിലുള്ളത് എന്ന് കരുതുക. അഥവാ പണം ചിലവഴിക്കുന്നതിൽ കപ്പാസിറ്റി കുറവുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ഫുഡുകൾക്ക് താല്പര്യമില്ലാത്ത ആളുകളാണ്. അവരാഗ്രഹിക്കുന്നത് എക്കണോമി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനും വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി കിട്ടുന്ന രൂപത്തിലുള്ള ഫുഡുകൾ കഴിക്കാനും ഒക്കെ ആയിരിക്കാം. നിങ്ങളൊരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തു അവരെ നിങ്ങൾ അവിടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യ ഉദ്ഘാടനത്തിന്റെ ഒക്കെ ഒരു ഇനാഗ്രേഷന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ആളുകൾ ഇടിച്ച് കയറിയിട്ടുണ്ടാവാം. പിന്നീട് എന്താണ് സംഭവിക്കുക? ആഫ്റ്റർ 3 months നിങ്ങളിലേക്ക് ബിസിനസ് കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെടുന്ന റെസ്റ്റോറൻറ്റുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു 3-4 months ആകുമ്പോഴേക്ക് ബിസിനസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നല്ല സർവീസ് ആയിരിക്കും, നല്ല ഫുഡായിരിക്കും, എല്ലാം നല്ല രൂപത്തിലായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെയുള്ള നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങളുടെ ആ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന ടാർഗറ്റ് ഓഡിയൻസിൽ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പെൻഡിങ് പവർ വളരെ കുറവാണ്. അവർക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അവരാഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? അവരുടെ കയ്യിൽ അത്രത്തോളം പണം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൊക്കേഷനുകളെ നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തണം. ഇത്തരത്തിലുള്ള ലൊക്കേഷനുകളിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ബിസിനസ് ആരംഭിക്കും, ആദ്യത്തെ 3 മാസം അടിപൊളി ബിസിനസ് ആയിരിക്കും, നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആഫ്റ്റർ 3 months നമ്മൾ സൂക്ഷിച്ച് ഏകദേശം 6 മാസമാകുമ്പോഴേക്ക് നമ്മൾ വലിയൊരു കടക്കാരനായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ലൊക്കേഷന്റെ ഫെയിലിയർ, ലൊക്കേഷനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഇന്ന് കാണുന്ന പരാജയത്തിന്റെ ഒരു കാരണം ലൊക്കേഷനുകളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ലൊക്കേഷനുകൾ നമ്മൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ നമുക്കത് പരാജയം ഉറപ്പാണ്. അതുപോലെ തന്നെ അടുത്തതാണ്, നമ്മൾ ലീഗൽ റിക്വയർമെന്റ്സ് പൊതുവെ പൂർത്തിയാക്കാതെയാണ് പല റെസ്റ്റോറൻറ്റുകളും ആരംഭിക്കാറുള്ളത്, ഇല്ലേ? ലൈസൻസുകൾ, അതനുസരിച്ചുള്ള ഡോക്യുമെന്റേഷനുകളൊന്നും പൂർത്തിയാക്കാതെ ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഉണ്ട്. അടച്ചു പൂട്ടിക്കുന്ന അവസ്ഥ വരും പല റെസ്റ്റോറൻറ്റുകളും. ഗവൺമെന്റ് നിയമങ്ങൾ ഇന്ന് വളരെ സ്ട്രോങ് ആണ്, അത് നമ്മൾ തിരിച്ചറിയണം. ഒരു ഇൻഡസ്ട്രി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ കൃത്യമായി ലീഗലായിട്ടല്ല നമ്മൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ നടത്തുന്നത് എങ്കിൽ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരിക്കലും. വലിയ ഫൈനുകൾ നമ്മൾ നേരിടേണ്ടി വരും. അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ തകരാറിലാക്കും. റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിച്ചതിന് ശേഷം നമ്മൾ ലൈസൻസിനോ മറ്റുള്ള പ്രോസസ്സുകൾക്കോ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തനം മന്ദഗതിയിലാവും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അടച്ചിടേണ്ട അവസ്ഥകളൊക്കെ വരും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് പ്രോസസ്സുകൾ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ, ആ പ്രവർത്തനം ആരംഭിക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മെനു പ്ലാനിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് അവരുടെ പ്രിഫറൻസുകൾ അനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് സർവീസും പ്രൊഡക്റ്റുകളും കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുമായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫോർമാറ്റ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മെനു ആണ്. ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ 90% റെസ്റ്റോറൻറ്റുകളും
യുണീക്ക് ആയിട്ടുള്ള മെനുകൾ ഇല്ലാത്ത റെസ്റ്റോറൻറ്റുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു യുണീക്ക്നെസ് ഇല്ല എങ്കിൽ, നിങ്ങൾക്കൊരു വ്യത്യസ്തത ഇല്ല എങ്കിൽ, നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള മെനുകളാണ് എങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഒരു ഉപഭോക്താവ് നിങ്ങളെ തിരഞ്ഞെടുക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ തൊട്ട് ഇടതും വലതും മുമ്പിലും പുറകിലും ഒക്കെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾ കൊടുക്കുന്ന അതേ മെനു, അതേ ബിരിയാണി, അതേ റൈസ്, അതേ പൊറോട്ട, അതേ ഫിഷ്, അതേ ബീഫ് ഫ്രൈ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തുന്നത് എങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഒരു ഉപഭോക്താവ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഈ ഉത്തരം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടും. അവിടെ ബിസിനസ് ആണോ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഉടമയാണോ പരാജയപ്പെടുന്നത്? കാരണം ഇത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബിസിനസ് പരാജയപ്പെട്ടത്, അല്ലേ? അപ്പം ബിസിനസ് ഉടമയിലല്ലേ അതിന്റെ പരാജയത്തിന്റെ കാരണമുള്ളത്? അപ്പൊ കേരളത്തിൽ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രി പരാജയപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തുകയാണ് ബിസിനസ് ഉടമ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന് കാരണം, അല്ലേ? കൃത്യമായിട്ട് സിഗ്നേച്ചർ ഡിഷസുകളും യുണീക്ക് ആയിട്ടുള്ള മെനുകളും അതേപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഉള്ള മെനുകളും നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് സക്സസ് ആവും. അവിടേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്ന സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ട് സർവീസ് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മെനുകളായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് മാത്രം. ഇങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി എന്താവും? കാരണം നിങ്ങൾ സിഗ്നേച്ചർ ഡിഷസുകൾ ഉണ്ടാക്കി വെക്കും, നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ ടാർഗറ്റ് ഉപഭോക്താവിന് എന്ത് വേണ്ടി വരില്ല? ആ ഉൽപ്പന്നം ഇഷ്ടമായിരിക്കില്ല, അവർ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരില്ല. അപ്പൊ സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കിയിട്ടും ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്ന എത്രയോ ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇതാണ് കാരണം. അവർ സിഗ്നേച്ചർ ഡിഷസുകൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് പരിഗണിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കാതെ പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി പരാജയപ്പെട്ടു. അതിന് സിഗ്നേച്ചർ ഡിഷിനെ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഉപഭോക്താവിന്റെ പ്രിഫറൻസുകളെ മനസ്സിലാക്കി നിങ്ങൾ തയ്യാറാക്കേണ്ട ഉൽപ്പന്നമാണ് സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് ഉപഭോക്താവിന്റെ പ്രിഫറൻസ് എടുക്കണം, നിങ്ങളുടെ കോമ്പറ്റേറ്ററെ അനലൈസ് ചെയ്യണം, അല്ലേ? നിങ്ങളുടെ കസ്റ്റമറുടെ സ്പെൻഡിങ് പവറിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്കൊരു സിഗ്നേച്ചർ ഡിഷ് നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഇത്രയും പഠനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ ഒരു സിഗ്നേച്ചർ ഡിഷ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ബിസിനസ്സിന് അത് വലിയ റവന്യൂ ഗ്രോത്ത് നൽകി നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആ സിഗ്നേച്ചർ ഡിഷിന് സാധിക്കും. ഇന്ന് പല റെസ്റ്റോറൻറ്റുകളിലും നമ്മൾ കാണുന്നു, ഇല്ലേ? എത്ര റെസ്റ്റോറൻറ്റുകളാ സിഗ്നേച്ചർ ഡിഷസുകളെ കൊണ്ട് മാത്രം ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന എത്ര റെസ്റ്റോറൻറ്റുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ഉപഭോക്താവ് കടന്നു വരുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ എൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് ആ ഉപഭോക്താവ് എൻ്റെ റെസ്റ്റോറൻറ്റിനെ തിരഞ്ഞെടുക്കാത്തത്? കാരണം നിങ്ങൾ ഇനി ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ കൊടുത്താലും എന്ത് തന്നെ ചെയ്താലും ഒരു വൺ ടൈം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ചിലപ്പോൾ കസ്റ്റമർ കടന്നു വന്നേക്കാം, ആദ്യത്തെ ഒരു തവണ. ദെൻ അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമറാക്കി നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് യുണീക്ക്നെസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമർ തിരിച്ചു വരില്ല. അവരൊരു തവണ വന്നു ഭക്ഷണം കഴിച്ച് മടങ്ങും, പിന്നീട് അവർ തിരിച്ചു വരില്ല.
അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി പരാജയപ്പെടുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ സിഗ്നേച്ചർ ഡിഷുകളൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഡിഷുകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. കസ്റ്റമർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കഴിച്ച കസ്റ്റമേഴ്സ് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാവരും അത് വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർ വീണ്ടും കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരിക. ഇന്നലെ നിങ്ങൾ കൊടുത്ത ടേസ്റ്റ് അല്ല ഇന്ന് കൊടുക്കുമ്പോൾ ആ സിഗ്നേച്ചർ ഡിഷിനുള്ളത് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടും. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് പരാജയപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ ആ ഫുഡ് കഴിച്ച, അല്ലെ 2 ദിവസം മുമ്പ് ആ ഫുഡ് കഴിച്ച ഉപഭോക്താവ് അതേ ടേസ്റ്റും അതേ പ്രസന്റേഷനും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്, അല്ലേ? അപ്പം വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിലോ, ടേസ്റ്റ് മാറുന്നു, അതിൻ്റെ പ്രസന്റേഷൻ മാറുന്നു, ഇല്ലേ? അതിൻ്റെ സർവീസ് രീതികൾ മാറുന്നു. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവുമോ? നിങ്ങളാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുമോ? ആവില്ല. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ബിസിനസ്സുകൾ നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താവ് തിരിച്ച് വീണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം കൺസിസ്റ്റൻസിയാണ്. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് കൃത്യമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മളെ ഉപഭോക്താവ് നമ്മളിലേക്ക് കടന്നു വരും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ SOPകൾ തയ്യാറാക്കുന്നത്. എന്താണ് SOPs? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്ത റെസിപ്പികൾ തയ്യാറാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. ഇതൊരു SOPയാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് റെസിപ്പികൾ. അതിലെന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ രീതികൾ, അതിനാവശ്യമായിട്ടുള്ള ടൈമുകൾ, അതിനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള മറ്റുള്ള മെഷീനറികൾ, ഇതെല്ലാം കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് റെസിപ്പി കാർഡ് എന്ന് പറയുന്നത്. ഈ കാർഡ് നിങ്ങൾ ഓരോ റെസിപ്പികൾക്കും നിങ്ങൾ തയ്യാറാക്കി വെക്കണം. തയ്യാറാക്കേണ്ട ചില രീതികളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡിൻ്റെ കൺസിസ്റ്റൻസിക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇന്നല്ല, നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് ഇതേ ഫുഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതേ ക്വാളിറ്റിയിൽ, ഇന്ന് പ്രിപ്പയർ ചെയ്ത അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അന്നും ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ തന്നെയാണ് സർവീസിന്റെ ക്വാളിറ്റി. ഇവിടെയാണ് നമ്മളുടെ ജീവനക്കാരെ നമ്മൾ പ്രാപ്തമാക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ ബെസ്റ്റ് സർവീസ് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഉപഭോക്താക്കൾ എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് ആവില്ല. അവർ സർവീസ് ക്വാളിറ്റി ക്ലിയർ അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. അവർക്ക് നല്ല ഫുഡായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. ഫുഡിലെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല ഫുഡാണ്, ഒരേ ടേസ്റ്റിലുള്ള ഫുഡാണ്, നല്ല ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സർവീസ് സ്റ്റാഫ് കൃത്യമായിട്ടുള്ളൊരു സേവനം കൊടുക്കുന്നില്ല എങ്കിൽ ഉപഭോക്താവ് പിന്നീട് ആ റെസ്റ്റോറൻറ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളിലൂടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കണം നമ്മുടെ സ്റ്റാഫിന്. എങ്ങനെ ഉപഭോക്താക്കളെ സ്വീകരിക്കണം, എങ്ങനെ അവരോട് സംസാരിക്കണം, എങ്ങനെയാണ് അവർക്ക് സെല്ല് ചെയ്യേണ്ടത്, അവരിൽ നിന്ന് കൂടുതൽ പണം എങ്ങനെയാണ് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, അതിന് അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഈ ഒരു ഉപഭോക്താവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ജീവനക്കാരന് കഴിയണം.
അപ്പോഴാണ് റെസ്റ്റോറൻറ്റിലേക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പണം നിങ്ങളെ തേടി വരുള്ളൂ. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ അത് കിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും? പരാജയപ്പെടും. അവിടെ ആരെയാണ് പരാജയപ്പെടുന്നത്? ബിസിനസ് ആണോ ബിസിനസ്മാൻ ആണോ പരാജയപ്പെടുന്നത്? ബിസിനസ്മാൻ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടോ ആണ് ബിസിനസ് പരാജയപ്പെട്ടത്, അല്ലേ? അവിടെ ബിസിനസ് അല്ല പരാജയപ്പെടുന്നത്, ബിസിനസ്സുകാരൻ ബിസിനസ്സിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് മാർക്കറ്റിംഗ്. ഇത് പല റെസ്റ്റോറൻറ്റുകളോടും മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പുച്ഛമാണ്. എന്തിനാ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്? ഞങ്ങൾ നല്ല ഫുഡാണ് കൊടുക്കുന്നത്, കഴിച്ച ആളുകൾ ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞിട്ട് അവരൊക്കെ കൂട്ടി വരും എന്നുള്ളതാണ് ഇവരുടെ മാർക്കറ്റിങ്ങിൻ്റെ തത്വം. ഇന്നത് നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് അത് നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വേർഡ് ഓഫ് മൗത്ത്. എന്താണ് ഇന്നത്തെ വേർഡ് ഓഫ് മൗത്ത്? സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ വേർഡ് ഓഫ് മൗത്ത്, അല്ലേ? സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ വേർഡ് ഓഫ് മൗത്ത്. അല്ലാതെ ഭക്ഷണം കഴിച്ചു പോയ ആളുകൾ വേറുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭകരമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അതൊരു 5 to 10%. ഈ 10% ബിസിനസ് കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള വേർഡ് ഓഫ് മൗത്തുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം, ഇല്ലേ? റിവ്യൂസുകൾ, ടെസ്റ്റിമോണിയൽസ്, ആളുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ കൂടുതൽ അവർക്ക് താല്പര്യങ്ങൾ ജനിപ്പിക്കുന്നതിനുള്ള രൂപത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ ഫോളോ ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിംഗ് രീതികളും മാറിക്കൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ മാർക്കറ്റിംഗ് രീതികളുടെ പ്രത്യേകത? സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലേസർ മാർക്കറ്റിംഗ് എന്നാണ് പറയാ. വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണം നമുക്ക്. ഇപ്പൊ സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗിന്റെ പ്രത്യേകത എന്താ? ഒരാൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരാൾ ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുത്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇമോഷൻ ആണല്ലേ. എന്താണ് ഇമോഷൻ? ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെയെങ്കിലും ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചോ അവിടുത്തെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ അവർ പാകം ചെയ്യുന്ന രീതികളെക്കുറിച്ചോ അല്ലെ കഴിച്ച ആളുകളുടെ അനുഭവങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ആ മനസ്സിലൊരു ആഗ്രഹം വന്നു, ആ റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോകണം, ഒരു ഫുഡ് കഴിക്കണം, ആ ഉൽപ്പന്നം ഒന്ന് കഴിക്കണം, അല്ലേ? അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ ആഗ്രഹത്തെ യാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്, അതിൽ പിന്നെ മുളക് പൊടി എത്ര ചേർത്തു, പഞ്ചസാര എത്ര ചേർത്തു, അരി എത്ര ചേർത്തു, ഇങ്ങനെയുള്ള അളവുകളോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്, ഇല്ലേ? അവിടെ ആ ഉൽപ്പന്നത്തെ ആ ഒരു റെസ്റ്റോറന്റ് എങ്ങനെയാണോ ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്, അതിൽ നിന്ന് ഇദ്ദേഹത്തിന് എന്ത് വൈകാരികമായിട്ടുള്ള അനുഭവമാണ്, ഇമോഷനാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, ആ ഇമോഷനാണ് അദ്ദേഹത്തെ ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് പരാജയപ്പെടുന്നു എന്ന് പറയാൻ പാടില്ല. ബിസിനസ് ഉടമ റെസ്റ്റോറൻറ്റിനെ പരാജയപ്പെടുത്തി എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ്, നമുക്ക് പരാജയം വരുന്നതിന്റെ കാരണം കസ്റ്റമറെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. കസ്റ്റമറെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരാജയപ്പെട്ടു പോകുന്ന റെസ്റ്റോറൻറ്റുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, അവരിലേക്ക് ഒരു തവണ വന്ന ഒരു കസ്റ്റമറെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ തീരെ പ്രയത്നിച്ചിട്ടില്ല. അവർ കരുതുകയാണ് ഇദ്ദേഹം വന്നു, നല്ല രൂപത്തിൽ കഴിച്ചു, അദ്ദേഹം പോയി, കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഓക്കെ.
പക്ഷെ അദ്ദേഹം തിരിച്ചു വരുന്നില്ല റെസ്റ്റോറൻറ്റിലേക്ക്. എന്തായിരിക്കാം കാരണം? ഒരു ദിവസം ഒരു ആളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന അഡ്വർടൈസ്മെന്റുകളുടെ എണ്ണം പരിഗണിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. എന്താ? 1000-ലധികം പരസ്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ ആളുകളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനം മാറാൻ സെക്കൻഡുകൾ മതി. ഒരു സെക്കൻഡ് സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം മാറും, ഇല്ലേ? അപ്പോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളെ മാറ്റങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്ത് പോയ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റുമായിട്ടുള്ള എൻഗേജ് ചെയ്യിക്കുന്ന എൻഗേജ്മെന്റ് കണ്ടന്റുകൾ നമ്മൾ ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം, റീടാർജറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്സപ്പ് വഴി അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് നമ്മുടേതായി മാറിയ ഒരു കസ്റ്റമറെ, നമ്മളിൽ ഒരു തവണ വിസിറ്റ് ചെയ്ത് പോയ കസ്റ്റമറെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊരു ചിന്തയിലേക്ക് പോവാതിരിക്കാൻ അനുവദിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ നമുക്കുണ്ടാവണം. ഈ സ്ട്രാറ്റജികൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ലോയൽറ്റി പ്രോഗ്രാമുകൾ, സ്പെഷ്യൽ ഇൻവിറ്റേഷൻസുകൾ. കാരണം എന്താ സ്പെഷ്യൽ ഇൻവിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഞങ്ങളുടെ ലോയൽ കസ്റ്റമർ ആണ്, ഞങ്ങൾ ഇന്നൊരു പുതിയ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓൺലി 50 നമ്പേഴ്സ് മാത്രമേ ആ മെനു ഞങ്ങൾ ഇന്ന് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ട് സാറിന് ഞങ്ങൾ അതിലേക്ക് ഈ 50 നമ്പേഴ്സ് ഞങ്ങൾ തയ്യാറാക്കുന്നതിൽ ഒരാളെ സാറെയാണ് അല്ലെങ്കിൽ നിങ്ങളെയാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരണം, ഞങ്ങൾ ക്ഷണിക്കുന്നു, കടന്നു വരണം എന്നാണ് ഞങ്ങൾ ഇൻവിറ്റേഷനിൽ പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു 50 മെനു മാത്രം തയ്യാറാക്കുന്ന ആ മെനുവിലേക്ക് നിങ്ങളെ ആയിരക്കണക്കിന് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ 50 ആളുകളെ നിങ്ങൾ സ്പെഷ്യലായിട്ട് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായി? സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ആണ് അവർക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ ഈ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടുന്നതോടുകൂടി എന്നെ ഇവർ വലിയ ഒരു പ്രസ്റ്റീജ് തന്ന് എന്നെ പരിഗണിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ എനിക്ക് നിർബന്ധമായിട്ട് അവിടെ പോവേണ്ടതുണ്ട്, ആ ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തോന്നല് ആ ഉടമയ്ക്ക് അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് തോന്നുകയും അവർ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മളുടെ ഒരു സ്ട്രാറ്റജിയാണ്, ഇല്ലേ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? വരുന്ന എല്ലാവർക്കും ഇത് വിളമ്പാൻ തയ്യാറാക്കി വെക്കുന്നില്ല അന്നത്തെ ദിവസം. അയാൾ അത് കഴിച്ചു പോകുന്നു. പിറ്റേ ദിവസം അല്ലെ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത 50-100 ആളുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മൾ ഇൻവിറ്റേഷൻ ഇടും, ഇല്ലേ? ഇത് നമ്മളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ നിരവധി സ്ട്രാറ്റജികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് ഉടമയുടെ മനസ്സിലുള്ളത് എന്താ? ഇവിടെ വരുന്ന പൈസ കംപ്ലീറ്റ് എൻ്റെതാ. ഇതാ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്, അല്ലേ? ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ പണം കംപ്ലീറ്റ് എൻ്റെതാ എന്നുള്ളതാ അദ്ദേഹം ചിന്തിക്കുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ബിസിനസിന്റെ പണം ബിസിനസിൻ്റെതും ബിസിനസ് ഉടമയുടെ പണം ബിസിനസ് ഉടമയുടേതുവാ. എന്താ ബിസിനസ് ഉടമയുടെ പണം എന്ന് പറയുന്നത്? എന്താ? അദ്ദേഹത്തിന്റെ സാലറിയാണ് അദ്ദേഹത്തിന്റെ പണം എന്ന് പറയുന്നത്. ബാക്കി ബിസിനസ്സിന് കിട്ടുന്ന പണം കംപ്ലീറ്റ് ചെലവ് കഴിച്ച് ബാക്കി ഉണ്ടെങ്കിലൊക്കെ അത് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമാണ്. ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ സ്ട്രോങ് ആക്കാനുള്ള പണമാണത്. അല്ലാതെ അതിൽ നിന്ന് പണം എടുത്തു കൊണ്ടുപോവുക, ലാഭം മാത്രമല്ല എടുത്തുകൊണ്ട് പോവുക. EMI അടയ്ക്കാൻ, പുതിയ വാഹനം വാങ്ങാൻ, കുട്ടികളുടെ പഠനത്തിന് എല്ലാ പണവും എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവസാനം ബിസിനസ് പണമില്ലാതെ ബിസിനസ് ഞെരുങ്ങും. ഞെരുക്കനുഭവിച്ചു തുടങ്ങുമ്പോൾ ബിസിനസ് പരാജയപ്പെട്ടു, കച്ചവടം ഇല്ല, അല്ലെങ്കിൽ ആളുകൾ വരുന്നില്ല, ലാഭമില്ല എന്നൊക്കെ പറഞ്ഞ് ബിസിനസ്സിനെ കുറ്റം പറയും.
അപ്പം ബിസിനസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് നിലനിർത്തുകയും അതിലേക്ക് വരുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ ശമ്പളം മാത്രമാണെന്ന് തിരിച്ചറിയുകയും ആ ശമ്പളം മാത്രം എടുത്തുകൊണ്ട് ബിസിനസിന്റെ പണം ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് ബിസിനസ് വിജയിക്കുക. കാരണം ഒരു വർഷത്തിൽ 12 മാസവും നമ്മൾ എടുത്തു നോക്കുമ്പോൾ 12 മാസവും നിങ്ങൾക്ക് ഒരേ രൂപത്തിലുള്ള ബിസിനസ് ലഭിച്ചോളണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ ലാഭം കിട്ടിയ സമയത്ത് നിങ്ങൾ കിട്ടിയ പണം നിങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ബാക്കിയുള്ള ബിസിനസ് പിന്നെ ചില ഗ്രോത്ത് സ്റ്റേജുകളിലേക്ക് പോവാത്ത സമയങ്ങളിൽ ആ ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണം നിങ്ങളിലേക്ക് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ബിസിനസ് പരാജയപ്പെട്ടു പോകും. അപ്പോൾ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഒന്ന് എന്താണ്? നമ്മളുടെ ബിസിനസ് മോഡല്, നമ്മൾ തിരഞ്ഞെടുത്ത ബിസിനസ് മോഡല്. നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ് മോഡല് നിങ്ങൾ വിപണനം നടത്തുന്ന, നിങ്ങൾ ബിസിനസ് നടത്തുന്ന മാർക്കറ്റിന് യോജിച്ചതാണോ? എന്താണ് അവിടെ നിങ്ങളുടെ ബിസിനസ് മോഡലിൽ നിങ്ങൾക്കുള്ള യുണീക്ക്നെസ് എന്താണ്? നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. രണ്ടാമത്തേത് നിങ്ങളുടെ ലൊക്കേഷൻ. നിങ്ങൾ പുതിയ റെസ്റ്റോറൻ്റൊക്കെ ആണ് ആരംഭിച്ചതെങ്കിൽ, നിങ്ങൾ ആരംഭം മുതലേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. മൂന്നാമതായിട്ട് നിങ്ങൾ ലീഗലി നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ ക്ലിയർ അല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വലിയ ഫൈന് ലഭിക്കാനും വലിയ പരാജയത്തിലേക്ക് പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങളൊന്ന് പരിശോധിക്കുക. നാലാമതായിട്ട് നിങ്ങളുടെ മെനു, എന്ത് യുണീക്ക്നെസ് ആണ് നിങ്ങളുടെ മെനു തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, കസ്റ്റമറോട് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുക. എന്നിട്ട് യുണീക്ക്നെസ് ഇല്ല എങ്കിൽ യുണീക്കായിട്ടുള്ള മെനുകളെ അവതരിപ്പിക്കാൻ വേണ്ടി കസ്റ്റമറുടെ പ്രിഫറൻസുകളെയും കസ്റ്റമറുടെ താല്പര്യങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമറിൽ നിന്നുള്ള സ്പെൻഡിങ് പവറിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള മെനുകളും സിഗ്നേച്ചർ ഡിഷസുകളും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് ക്വാളിറ്റി ഒരേ ക്വാളിറ്റി കീപ്പ് ചെയ്യുകയും ടേസ്റ്റും മറ്റുള്ള കാര്യങ്ങളും ഒരേ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുകയും നിങ്ങൾ ചെയ്യണം. ഓരോ ദിവസം ഓരോ വിധത്തിലുള്ള സർവീസും ഓരോ വിധത്തിലുള്ള ടേസ്റ്റും ഓരോ വിധത്തിലുള്ള ക്വാളിറ്റിയും ആവുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറരുത്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു ലഞ്ചിന്റെ ടൈമിലാണ് ഞാൻ ആ റെസ്റ്റോറൻറ്റ് ഞാൻ വിസിറ്റ് ചെയ്ത അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ ഇന്നലെ ബിരിയാണി തന്നപ്പോൾ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നല്ലോ ക്വാണ്ടിറ്റി, ഇന്നെന്താ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞത് എന്ന് ചോദിച്ചു. അദ്ദേഹം ക്യാഷ് എന്ന് സംസാരം ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ കേട്ട സമയത്ത് ഞാൻ അവിടെ കൺസൾട്ടിങ്ങുമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് ക്യാഷിലുള്ള ആളോട് ചോദിച്ചു എന്താണ് പ്രോബ്ലം. അത് സാർ ഇന്നലെ കൊടുത്ത സമയത്ത് നമ്മൾ പിന്നെ ലാസ്റ്റ് ടൈമിൽ അദ്ദേഹം വന്നത്, ബിരിയാണിയുടെ വിളമ്പി ലാസ്റ്റ് അവസാന സമയത്ത് അദ്ദേഹം വന്നത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നു, സാധനം ബാലൻസ് ഉള്ള. അപ്പോൾ ഒന്ന് ഒതുക്കി കൊടുത്തായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. കൂടുതൽ ക്വാണ്ടിറ്റി ഫീൽ ചെയ്തു അദ്ദേഹത്തിന്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ അതേ ക്വാണ്ടിറ്റി പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഇന്ന് വരുന്നത് ആ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പൊ ഇന്ന് സാധാരണ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി അളവിനാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ആ ഉപഭോക്താവിന് കിട്ടിയ മെസ്സേജ്? ഇന്നലെ ഞാൻ കഴിച്ചപ്പം ഇതിലും വലിയ ക്വാണ്ടിറ്റി എനിക്ക് കിട്ടി, ഇന്ന് ഞാൻ വന്നപ്പം എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റിയെ തന്നുള്ളൂ. ആ ഉപഭോക്താവ് പിന്നീട് ആ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. നമ്മളിനി എന്ത് അതിന് ഇങ്ങനെയാണ് കാരണം, ഇന്ന കാരണം കൊണ്ടാണ് ഇന്നലെ അങ്ങനെ കൂടിപ്പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അദ്ദേഹത്തിന് അത് മനസ്സിലാവില്ല, അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യില്ല അത്, ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഫുഡിൻ്റെ കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും നിങ്ങൾ ഒരേ നിലവാരത്തിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. അടുത്തത് എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. സൈക്കോളജി ബേസ്ഡ് മാർക്കറ്റിംഗ് രീതികളാണ് റെസ്റ്റോറൻറ്റുകൾക്ക് എപ്പോഴും സക്സസ് ആകുന്ന രീതി. പണം കൂടുതൽ മുടക്കാതെ ഓർഗാനിക് ആയിട്ട് നിങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് രീതികൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്തുടരുക.
പിന്നെ കസ്റ്റമറെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു തവണ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്ത് പോയ ഉപഭോക്താവിനെ വീണ്ടും വീണ്ടും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. അറ്റ് ലാസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ഫിനാൻസ് മാനേജ്മെന്റിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യാൻ പാടില്ല. റെസ്റ്റോറൻറ്റിന്റെ പണം റെസ്റ്റോറൻറ്റിനും, റെസ്റ്റോറൻറ്റ് ഉടമയുടെ പണം റെസ്റ്റോറൻറ്റ് ഉടമയ്ക്കും എന്നുള്ള രീതിയിൽ 2 അക്കൗണ്ടുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. റെസ്റ്റോറൻറ്റിന് ഒരു കറണ്ട് അക്കൗണ്ടും റെസ്റ്റോറൻറ്റ് ഉടമയ്ക്ക് ഒരു SB അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബിസിനസിന്റെ പണം ബിസിനസ്സിൽ തന്നെ നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് കേരളത്തിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് വിജയിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ? കേരളത്തിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് വിജയിക്കുമോ ഇല്ലയോ? നിങ്ങൾ കമന്റ് ചെയ്യാം. എന്തുകൊണ്ട് റെസ്റ്റോറൻറ്റുകൾ പരാജയപ്പെടുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ അതല്ല നിങ്ങൾക്ക് മറ്റുള്ള അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യത്താഴെ. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ മാത്രമാണ് എനിക്ക് പുതിയ പുതിയ ടോപ്പിക്കുകളും അതിനുള്ള പരിഹാരങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് കാണാം. ഇന്നത്തെ ലൈവ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എൻ്റെ ടീമും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരും. അതല്ല, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും സർവീസുകൾ, ഞങ്ങൾ നൽകുന്ന ഏതെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള ഒരു മെനു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഡിഷ് കണ്ടെത്തണം, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷനിലുള്ള പ്രോബ്ലംസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ കൊണ്ടുവരണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മോഡലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.